ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ എടുത്തിട്ടുള്ള രണ്ട് എഫ്ഐആറുകളെ കുറിച്ചാണ് എനിക്കിന്ന് നിങ്ങളോട് വീഡിയോ ചെയ്യാനുള്ളത്. അതായത് ഭരണകൂടത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ എങ്ങനെ എഫ്ഐആർ വരും, ഭരിക്കുന്നവർക്ക് ഇഷ്ടമില്ലെങ്കിൽ എങ്ങനെ എഫ്ഐആർ വരും, അല്ലെങ്കിൽ എങ്ങനെയാണ് കോടതി വിധികൾ വരാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡ് നിങ്ങളോട് പറയുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേത് നമുക്കറിയാം, കേരളത്തിൽ തന്നെ നടന്നൊരു സംഭവമാണ്. കാരണം നമ്മുടെ പ്രമുഖനായിട്ടുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ട ADGP MR അജിത് കുമാർ, അദ്ദേഹം യഥാർത്ഥത്തിൽ നമ്മുടെ പിണറായി വിജയൻ മുതൽ PV അൻവറിന് വരെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. PV അൻവറിൻ്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയന് യഥാർത്ഥത്തിൽ മോനെ പോലെ ഇഷ്ടമാണ്, ഇദ്ദേഹം അങ്കിൾ എന്നാണ് വിളിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പിന്നെ PV അൻവർ ആണെങ്കിൽ ഇടക്കിടക്ക് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയും അദ്ദേഹം ഒരു മാഫിയ കിങ് ആണ് എന്നൊക്കെ പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ പ്രശസ്തനായിട്ടുള്ള MR അജിത് കുമാർ സാധാരണ രാഷ്ട്രീയക്കാരെയാണ് ചർച്ചകൾക്കൊക്കെ വേണ്ടി നിയോഗിക്കാറുള്ളത്. പക്ഷേ ഇദ്ദേഹം RSSൻ്റെ രാം മാധവുമായിട്ടും RSSൻ്റെ രണ്ടാമനായിട്ടുള്ള ദത്താത്രേയ ഹൊസബളയുമായിട്ടൊക്കെ ചർച്ച നടത്തിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത് കുറച്ചുകൂടി ലക്ഷറിയായി കാറിലൊക്കെ വളരെ സുന്ദരമായി പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇടയ്ക്ക് ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറേണ്ടി വന്നു. അതിനു മുമ്പ് അദ്ദേഹം സൂപ്പർ DGP ആയി വിരാജിക്കുകയായിരുന്നു. PV അൻവറൊക്കെ പറയുന്നത് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് യഥാർത്ഥത്തിൽ DGP എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിനൊന്നും ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. പിണറായിക്കൊന്നും അദ്ദേഹത്തെ അങ്ങനെ വിടാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും അദ്ദേഹം കർഷകരോടൊക്കെയുള്ള ഒരു ആഭിമുഖ്യം കൊണ്ടായിരിക്കും അദ്ദേഹം ഒന്ന് ട്രാക്ടറിൽ യാത്ര ചെയ്തേക്കാം എന്ന് വിചാരിച്ചു ശബരിമല വരെ. അപ്പോൾ അദ്ദേഹം ഒരു നീല ഡ്രസ്സൊക്കെ ഇട്ട് സാധാരണക്കാരനായി ഏതാണ്ട് ഒരു കർഷകരുടെ പോലെ തലയിലൊക്കെ കെട്ടി ട്രാക്ടറിൽ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ മലയാളത്തിൽ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം അങ്ങനെ ബുദ്ധിമുട്ടി ട്രാക്ടറിലൊക്കെ യാത്ര ചെയ്തു. സാധാരണ ഇന്നോവ കാറിനകത്ത് മാത്രം ഇരുന്നുള്ള പരിചയമേ അദ്ദേഹത്തിനുള്ളൂ. അപ്പോൾ അദ്ദേഹം ട്രാക്ടറിൽ യാത്ര ചെയ്ത് അവിടെ എത്തി. അപ്പോൾ ഈ നമ്മുടെ ചില മാധ്യമ സിൻഡിക്കേറ്റുകളൊക്കെ കൂടി പ്രശ്നമുണ്ടാക്കുകയും ഇത് യഥാർത്ഥത്തിൽ വാഹന നിയമപ്രകാരം ഇത് അനുവദിക്കുന്നില്ലെന്ന് പറയുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ അനുവദിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ നാണം കൊണ്ട് നഖം കടിച്ച് കാൽവിരൽ കൊണ്ട് ചിത്രമൊക്കെ എഴുതി പോലീസുകാർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ പോലീസുകാരൻ്റെ ഗതികേട്, ADGPക്കെതിരെ നടത്തിയിട്ടുള്ളൊരു യാത്രയിൽ ഡ്രൈവർക്കെതിരെ, ADGPക്കെതിരെ എന്തായാലും FIR ഇടാൻ പറ്റില്ല, കാരണം ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ പണി തന്നെ പോകുമല്ലോ. അപ്പോൾ ADGPക്കെതിരെ ഒരു സാധാ പോലീസുകാരൻ എങ്ങനെ FIR ഇടും? അപ്പോൾ അത് നടക്കാത്തത് കൊണ്ടിട്ട് യഥാർത്ഥത്തിൽ നേരെ ഈ പറയുന്ന അതിലുള്ള ട്രാക്ടർ ഓടിച്ചിരുന്ന ഡ്രൈവർക്കെതിരെ, അതും ADGPയുടെ ഡ്രൈവർ തന്നെയാണെന്ന് കേൾക്കുന്നു, അദ്ദേഹത്തിനെതിരെ FIR എടുത്തു. അപ്പോൾ അങ്ങനെ ഒരു വിധത്തിൽ സമാശ്വസിപ്പിക്കുകയായിരുന്നു. അപ്പോഴാണ് മറ്റ് ചാനലുകളൊക്കെ മറ്റൊരു വിവാദവും ഉയർത്തിക്കൊണ്ടുവരുന്നത്. കാരണം ശബരിമലയിലെത്തി ഇദ്ദേഹം VVIP ദർശനം നടത്തി. അപ്പോൾ അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ നിൽക്കാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് ഇദ്ദേഹം നിന്നുകൊണ്ട് തൊഴുന്നതൊക്കെ നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ നമ്മളിതിൽ FIR എടുക്കുകയോ അദ്ദേഹത്തെ ശിക്ഷിക്കുകയൊന്നും ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇതിനേക്കാൾ വലിയ കണ്ടങ്ങൾ ചാടിക്കടന്നവനാണ് നമ്മുടെ MR അജിത് കുമാർ. അതുകൊണ്ട് അദ്ദേഹത്തെ ഇതിലൊന്നും ശിക്ഷിക്കാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം മറ്റു പല കേസുകളിലൊക്കെ തന്നെ തകൃതിയായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോൾ MR അജിത് കുമാർ റിട്ടയർ ആയാലും ചിലപ്പോൾ MR അജിത് കുമാറിൻ്റെ മക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സർവീസിൽ കയറി റിട്ടയർ ചെയ്താലും ആ അന്വേഷണം ഒന്നും തീരുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അപ്പോൾ അന്വേഷണം നടത്താനെന്ന ദർവേഷ് സാഹിബൊക്കെ തന്നെ ഇപ്പോൾ DGP സ്ഥാനത്ത് നിന്ന് പിരിഞ്ഞുപോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആകെയുള്ളൊരു സങ്കടം എന്ന് പറയുന്നത്, മറ്റേ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി പ്രേക്ഷകരെ ആകർഷിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഏതാണ്ട് സഞ്ജു ടെക്കിയുടെയൊക്കെ നിലവാരത്തിലേക്ക് MR അജിത് കുമാറും ഒക്കെ എത്തിയിരിക്കുന്നു. കാരണം അല്ലെങ്കിൽ അദ്ദേഹം ഇനി കർഷകരോടുള്ള സ്നേഹം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അത്തരത്തിലുള്ള സ്നേഹം കൊണ്ട് ട്രാക്ടർ യാത്ര സംഘടിപ്പിച്ച് കളയാം. കാരണം കർഷകരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എന്നായിരിക്കും വിചാരിക്കുന്നത്. എന്താണെങ്കിലും അദ്ദേഹം ട്രാക്ടറിൽ യാത്ര ചെയ്തു. അതൊന്നും അത്ര വലിയ ഗൗരവമുള്ള വിഷയമായിട്ട് എടുക്കേണ്ടതില്ല. പിന്നെ നമ്മുടെ രാജേന്ദ്രൻ, അതായത് CPIയുടെ തന്നെ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ K രാജൻ പറഞ്ഞതുപോലെ ഒരു വകതിരിവ് ഉണ്ടാവണ്ടേ എന്നുള്ളത് ചോദിച്ചിരുന്നു. ആ വകതിരിവ് യഥാർത്ഥത്തിൽ ചിഞ്ചുറാണിക്കുമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ അദ്ദേഹം എന്താണെങ്കിലും MR അജിത് കുമാറിനെ വിട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകളൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു FIR ആയിരിക്കും വരിക. ഭാഗ്യത്തിന് ട്രാക്ടറിനെതിരെ ഒരു FIR ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ട് ട്രാക്ടർ രക്ഷപ്പെട്ടു എന്ന് മാത്രം നമ്മൾ വിചാരിച്ചിരുന്നാൽ മതി. അല്ലെങ്കിൽ ട്രാക്ടറിനെതിരെ FIR ഉണ്ടാവും, ട്രാക്ടർ അവിടെ പിടിച്ചിടുകയും പകരം വള്ളിയൊക്കെ കയറി ആ ട്രാക്ടറൊക്കെ തന്നെ നശിച്ചു പോവുകയും ചെയ്താൽ എന്താണെങ്കിലും മൈക്കിനെതിരെ കേസെടുത്ത പോലെ ട്രാക്ടറിനെതിരെ കേസെടുത്തിട്ടില്ല. ഇതാണ് ഒരു കേസ്. അതായത് നിങ്ങൾ ഗവൺമെൻറ്റിന് വേണ്ടപ്പെട്ട സ്നേഹമുള്ള ഒരാളാണെങ്കിൽ എങ്ങനെയാണ് കേസെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണിത്. ഇനി ഇതിൻ്റെ തംബ്നെയിലിൽ കൊടുത്തേക്കണ പോലെ അജിത് അഞ്ജും എന്ന് പറയുന്ന ഒരാളുടെ കേസാണ്. അത് കുറച്ചുകൂടി ഡിഫറൻ്റ് ആണ്. ഇഷ്ടമല്ലെങ്കിൽ കാരണം എങ്ങനെയെങ്കിലും കണ്ടെത്തി കേസെടുക്കുന്നതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണത്. ഈ അജിത് അഞ്ജും എന്ന് പറയുന്നത് അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു യൂട്യൂബറാണ്, അദ്ദേഹത്തിനൊരു ചാനലുണ്ട്.
അപ്പോൾ ആ ചാനലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പലപ്പോഴും കുറച്ചുകൂടി ഡീറ്റെയിൽഡായി ഡീപ്പായിട്ടൊക്കെ പത്രപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. നമ്മൾ അല്ലാതെ ടെലിപ്രോംപ്റ്ററിൽ കാണുന്നത് മാത്രം വായിക്കുന്ന പത്രപ്രവർത്തനവും ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ലോകവും അല്ല പത്രപ്രവർത്തനമെന്നും. പത്രപ്രവർത്തനം എന്ന് പറയുന്നത് പലപ്പോഴും മറ്റാളുകൾ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രിന്റ് ചെയ്യണമെന്നും അല്ലെങ്കിൽ അത് ജേർണലിസമായി പുറത്തേക്ക് വരണം എന്നൊക്കെ വിചാരിക്കുന്നതാണ്. അപ്പം അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ അജിത് അഞ്ചും എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഹാറിലേക്ക് ചെന്നുകൊള്ളി. ബീഹാറിൽ നമുക്കറിയാം ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുന്നുണ്ട്. ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം യഥാർത്ഥത്തിൽ പൗരത്വ രജിസ്റ്ററുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന് പകരം വെക്കാനാണ് ഇത്തരത്തിലുള്ളൊരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2003 ശേഷം ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് പേര് ചേർക്കപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവരെല്ലാം തന്നെ ഞങ്ങൾ വോട്ടറാകാൻ എലിജിബിൾ ആണെന്ന് വീണ്ടും തെളിയിക്കണം. ആ തെളിയിക്കുന്നതിൽ തന്നെ വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റുകൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ കൊണ്ടുവരണം. അല്ലാതെ നിങ്ങളുടെ ആധാർ കാർഡോ വോട്ടേഴ്സ് ഐ ഡിയോ ഒന്നും കാണിച്ചാൽ പോരാ എന്നുള്ളതൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിൽ കോടതി ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തി ആധാറൊക്കെ കാണിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള ലെവലിലേക്കായി. അപ്പോൾ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയാനായിട്ട് ഒരാവശ്യവുമില്ലാതെ, ഇക്കാലത്ത് അങ്ങനെയുള്ള ജേർണലിസം ഒന്നും ആവശ്യമില്ല. പക്ഷേ നമ്മുടെ അജിത് അഞ്ചുമിന് പ്രായമൊക്കെ ആയെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു, ഗ്രൗണ്ട് സീറോയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തീരുമാനിച്ചു. സാധാരണ സ്റ്റുഡിയോ റൂമിൽ ഇരുന്ന് വാചകോടിച്ചാൽ മതി ജേർണലിസ്റ്റുകൾക്ക്, പക്ഷെ അതല്ല ചെയ്യുന്നത്. ഇദ്ദേഹം ഗ്രൗണ്ട് സീറോയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഇദ്ദേഹം അവിടെ ചെന്നിട്ട് അദ്ദേഹം നിരവധി ബൂത്ത് ലെവൽ ഓഫീസർമാർ, അതായത് BLOമാരെയൊക്കെ കണ്ടു. അപ്പോൾ അവരെയൊക്കെ കണ്ട് അദ്ദേഹം സംസാരിച്ചു ഇത് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്. കാരണം ഇതിൽ ഏറ്റവും വലിയ ചോദ്യം ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള വോട്ടർമാരെന്ന് തന്നെ പറയുന്നത് 7.89 crore എന്ന് പറഞ്ഞാൽ 7.89 കോടിയാണ്. അപ്പോൾ അതിൽ ഏതാണ്ട് 2.93 കോടി ആളുകളും, അതായത് ഏതാണ്ട് 37% ആളുകളും തന്നെ ഇത്തരത്തിൽ വീണ്ടും വിവരങ്ങൾ കൊടുത്തുകൊണ്ട് വോട്ടറാകാൻ എലിജിബിൾ ആണെന്ന് തെളിയിക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താണ്? ഇത് ചെയ്യണമായിരുന്നെങ്കിൽ 2024 ലോക്സഭയ്ക്ക് മുമ്പ് ചെയ്യാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല. കാരണം ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയ ഒരു പുതിയ പരിഷ്കാരമാണ്. ഇതിൻ്റെ പിന്നിൽ ചില ദുരൂഹതകളൊക്കെ ആളുകൾ സംശയിക്കുന്നുണ്ട്. കാരണം മഹാരാഷ്ട്രയിൽ ഇതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് എടുക്കുന്നതിൻ്റെ ഏതാണ്ട് 3-4 മാസങ്ങൾക്ക് മുമ്പ് ഒരു 5 ലക്ഷത്തോളം വോട്ടുകൾ അവിടെ പുതിയതായി ചേർക്കപ്പെട്ടു. കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് വളരെ അതിൻ്റെ പകുതിയോളം പോലും വോട്ടുകൾ ചേർക്കാതിരുന്ന സമയത്താണ്, 5 കൊല്ലം കൊണ്ട് അതിൻ്റെ പകുതിയോളം വോട്ടുകൾ പോലും ചേർക്കാതിരുന്ന സമയത്താണ് കേവലം വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ടാണ് 5 ലക്ഷത്തിലധികം വോട്ടുകൾ ചേർത്തത്. അത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇത്തരത്തിൽ അപ്പോഴാണ് ഈ സന്ദർഭമൊക്കെ മനസ്സിലോർത്ത് വെച്ചുകൊണ്ട് വേണം അജിത് അഞ്ചും ചെല്ലുന്നു, നിരവധി ആളുകളെ കാണുന്നു. അപ്പോൾ അവർ ഫില്ല് ചെയ്യുന്ന ഫോമൊക്കെ എടുത്ത് അദ്ദേഹം യൂട്യൂബ് വീഡിയോയിൽ കാണിക്കുന്നു. ബൂത്ത് ലെവൽ ഓഫീസർമാരോട് അദ്ദേഹം ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. ഈ ഏതാണ്ട് ഒരാൾ 900-ഓളം വരുന്ന ഫോംസ് ഫില്ല് ചെയ്ത് കൊടുത്തു. അതിലേതാണ്ട് 80% പേർക്കും അത് അംഗീകരിച്ചു കിട്ടി. പക്ഷേ ഇത്തരം ഫോമുകളിൽ വേറൊരാൾ 100 ഫോമുകളുമായി ഒരു ലേഡി ഇരിക്കുന്നു. ആ 100 ഫോമുകളിൽ തന്നെ പേരില്ല, ഒപ്പില്ല, ഫോട്ടോ ഇല്ല, ഇത്തരത്തിലുള്ള ഒരു ക്രെഡൻഷ്യൽ ഡീറ്റെയിൽസും ഇല്ല, തെളിയിക്കാനുള്ള ഒരു രേഖയുമില്ല. പക്ഷെ ഇത്തരം വിവരങ്ങളെല്ലാം വെച്ചുകൊണ്ട് പുതിയ വോട്ടേഴ്സിനെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇദ്ദേഹം യൂട്യൂബ് വീഡിയോകളിലൂടെ പുറത്ത് കാണിച്ചു. അപ്പോൾ പുറത്ത് കാണിച്ചു എന്നുള്ളത് കൊണ്ട് എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾക്ക് തോന്നാം. പ്രശ്നമുണ്ടായത് വളരെ സിമ്പിളാണ്. കാരണം അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അവിടെയുള്ള ഒരു ബൂത്ത് ലെവൽ ഓഫീസർ, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് അൻസാറുൽ ഹക്ക് എന്ന് പറയുന്ന ഒരു ബൂത്ത് ലെവൽ ഓഫീസർ, ഇദ്ദേഹത്തിനെതിരെ ഒരു പരാതി കൊടുത്തു. ആ പരാതി തന്നെ വളരെ വിചിത്രമായിട്ടുള്ള പരാതിയാണ്. പരാതി എന്താണെന്ന് നിങ്ങൾ കേൾക്കേണ്ടതാണ്. അതിൻ്റെ പുറത്ത് എങ്ങനെയാണ് ഒരു പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട് പ്രകാരം എങ്ങനെയാണ് 1951 പ്രകാരം ഒരു കേസെടുക്കുക എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ അത്തരത്തിൽ ഒരു കേസെടുത്തിരിക്കുന്നു. ആ കേസെടുത്തിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അതായത് ഈ അജിത് അഞ്ചും എന്ന് പറയുന്ന വളരെ സാധുവായ, അല്ലെങ്കിൽ കാണാനൊന്നും അത്ര ശാരീരിക ബലമില്ലാത്ത ഒരാൾ ഇദ്ദേഹത്തെ നിരവധി തവണയായി പ്രഷറൈസ് ചെയ്തു, നിർബന്ധിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഈ പ്രോസസ്സിൽ ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് മുസ്ലിംസ് ആയിരിക്കും. അവരെ ഇൻറ്റിമിഡേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായോ എന്നുള്ളത് ഇദ്ദേഹം നിർബന്ധിതമായി ചോദിച്ചുവെന്നും, ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇവിടെ അത്തരത്തിലുള്ള ഒരു പ്രശ്നവുമില്ല എന്ന് ഈ ബൂത്ത് ലെവൽ ഓഫീസർ മറുപടി പറഞ്ഞുവെന്നും, പക്ഷെ അങ്ങനെ മറുപടി പറഞ്ഞിട്ടും അതൊന്നും അദ്ദേഹം അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായില്ലെന്നും, പകരം അദ്ദേഹം ഇങ്ങനെ മാറ്റി നിർത്തുന്നുണ്ട് എന്ന് ഞാൻ സമ്മതിക്കണമെന്നും എന്നെ നിർബന്ധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയുണ്ട്? അതായത് ഒരു ബൂത്ത് ലെവൽ ഓഫീസർ, വളരെ ആരോഗ്യ ദൃഢാത്തരായ ഒരു മനുഷ്യനെ
ഇനി ഇയാൾ പറയുന്ന ഒരു കാര്യം സമ്മതിച്ച് തരണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് 1951 പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട് പ്രകാരം ഒരു കേസ് എടുത്തിട്ടുള്ളത്. എന്തൊരു കേസാണ്, ഇതെങ്ങനെ തെളിയിക്കും, എവിടെ പോയി നിൽക്കും എന്നൊന്നും നമുക്കറിയില്ല. അതായത് നിങ്ങളുടെ ഗവൺമെൻറ്റിന് നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളെ ഏത് തരത്തിലുള്ള FIRഉം നിങ്ങളുടെ പുറത്ത് ചാർത്തപ്പെടാം, വേണമെങ്കിൽ ജയിലിൽ അടക്കുകയും ചെയ്യാം. ഭാഗ്യത്തിന് ഇദ്ദേഹത്തെ അപ്പം തന്നെ എന്തായാലും ഒരു പിടികൂടി ജയിലിലടക്കുകയോ കൊടും ക്രിമിനലിനെ പോലെ ട്രീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ അത്തരത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടാം. അതല്ല, നിങ്ങൾ വളരെ വേണ്ടപ്പെട്ട ആളാണെങ്കിൽ നിങ്ങളുടെ പേര് മായ്ച്ചു വെച്ചുകൊണ്ട് ചിലപ്പോൾ ഡ്രൈവറുടെ പേരിൽ കേസെടുക്കാം. ഇനി ഡ്രൈവർ ഇല്ലെങ്കിൽ ട്രാക്ടറിൻ്റെയോ മൈക്കിൻ്റെയോ പേരിലും കേസെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ രാജ്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല വിചിത്രമായ സംഭവങ്ങളും ഉള്ളത്, രസകരമായ സംഭവങ്ങളും ഉള്ളത് ഞാൻ നമ്മുടെ ഈ പറയുന്ന പോലെ ശ്രോതാക്കളുമായി ഷെയർ ചെയ്തു. ഇതിൽ രസകരം മാത്രമല്ല, ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് ഇടയിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നവർക്ക് വളരെ നന്ദി.